ഇത് തയ്യൽ അവർക്കും തുടക്കം ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഈ ടെക്സ്റ്റ് ബുക്ക് ഞാൻ വാങ്ങുമ്പോൾ ഒരു 8-9 വർഷത്തോളം ആവും ഞാൻ വാങ്ങുമ്പോൾ. അന്ന് ഇതിൻ്റെ പ്രൈസ് വരുന്നത് 980 അത് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ വിലയെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് ബെർലിൻ കടയ്ക്കൽ എന്ന് പറഞ്ഞ ഒരു ആളിൻ്റെ നിന്നാണ് വാങ്ങിയത്. ഒരു ഷോപ്പ് നടത്തുന്ന ആളിൻ്റെ നിന്നാണ് വാങ്ങിയത്. അദ്ദേഹം സ്വന്തമായിട്ട് എഴുതുന്നതാണിത്, സ്വന്തമായിട്ട് വരയ്ക്കുന്നതുമാണ്, സ്വന്തമായിട്ട് ചെയ്ത് എടുക്കുന്നതാണ്. നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇതിന് സപ്ലൈ 2ാമത് ഇറക്കി, അതും എനിക്ക് അയച്ചു തന്നു. അത് 450 രൂപ. ഭയങ്കര ഉപകാരമാണ് നമുക്കിത്. തുടക്കം പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇത് ബേസിക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്ന കാര്യം. ഇത് ചിലർക്ക് പഠിക്കുമ്പോൾ പറയില്ലേ മനസ്സിലാവില്ല. ഇത് നോക്കിയേ, എന്ത് എളുപ്പമെന്ന് നോക്കിക്കേ. പിന്നെ ഇതിൻ്റെ അകം കാണിക്കുക. കുറച്ച് പഴയതാണ്. ഞാനിപ്പോൾ ഷോപ്പിലെ അലമാരയിൽ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്തതാണ്. അകം കുറച്ച് പഴയതാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ വരച്ച് വെച്ചതാണേ. ഓരോന്നിങ്ങനെ കാണുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുമ്പോൾ ഇങ്ങനെ വരയ്ക്കും. ഇത് സ്വയം പഠിക്കാം എന്നുള്ളതാണേ. ഞാൻ പറഞ്ഞില്ലേ സ്വയം പഠിക്കാൻ പറ്റുമെന്ന്. അതൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് പഠിക്കാം. ഈ പുസ്തകം വാങ്ങിയാൽ മതി. ഇതാണ് നമ്മളുടെ ബെർലിൻ കടയ്ക്കൽ. ഇതിൻ്റെ റേറ്റ് ഞാൻ കാണിക്കാം. കണ്ടോ, 950 ഞാൻ വാങ്ങിയ ഡേറ്റ് ഇതിൽ കാണുമായിരിക്കും. കുറേ വർഷങ്ങളായി. ഇതാണ് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് പിടിക്കുന്നത്. അവിടെ എന്തോ കളർ വ്യത്യാസം ഉള്ളതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ പിടിച്ചത്. കണ്ട, എന്നിട്ട് അകത്തോട്ട് പോകാം. അതായത് ഇത് സ്വന്തം ആയിട്ട് വരച്ച് ഇത് എഴുതിയ ആളാണ്. കണ്ട, കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ബെർലിൻ പുസ്തകങ്ങൾ ഇറക്കുന്നത്. നമുക്ക് ഭയങ്കര മനസ്സിലാവും. പിന്നെ എത്ര പേജുകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളടക്കം ഉള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. നോക്കിക്കേ, ഇത് ഒരു വീഡിയോ ആയിട്ട് തീരത്തില്ല. ഞാനത് അടുത്ത വീഡിയോകളിൽ ഇട്ടേക്കാം. ഇന്ന് ഞാൻ കുറച്ച് ഇട്ടേക്കാം, ബാക്കി ഭാഗം അടുത്തടുത്ത വീഡിയോകളിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഓരോന്നും നമുക്ക് എങ്ങനെയാണോ ഓരോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണമെന്ന് ഇതിനകത്ത് നോക്കാനുള്ള പേജാണ്. അതായത് ഓരോ പേജിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട്. കുട്ടികളതായാലും വലിയവരുടെ ആയാലും അംബ്രല്ല സ്കർട്ടായാലും ഇത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ പേജ് നമുക്ക് പെട്ടെന്ന് എടുത്ത് ചോളി ബ്ലൗസ് കണ്ടോ, ചുരിദാർ, ഇതെല്ലാം ഭയങ്കര എളുപ്പമുള്ള കാര്യമാണ്. ഇത് സ്വന്തമായിട്ട് തയ്ക്കാൻ ആരെങ്കിലും സ്റ്റിച്ചിങ് പഠിപ്പിക്കുമെന്ന് വെച്ചാൽ ഒരിടത്ത് ചോദിക്കുമ്പോൾ അവരൊക്കെ ഭയങ്കര വിഷമമായിരിക്കും. ഇത് മാത്രം മതി പഠിക്കാനായിട്ട്. പിന്നീട് വരുന്നതാണ് ഇത്രയും 223 പേജുകൾ ആണ്, ഡിസൈനിങ് ആണ് അതിലുള്ളത്. ഇത് കണ്ടോ, ഈ പുസ്തകം നമുക്ക് എൻ്റെ നിന്ന് ഒരുപാട് പേര് ഇതിൻ്റെ പ്രിൻ്റ് എടുത്തുകൊണ്ട് പോയി. അപ്പോഴാണ് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. ഇത് കണ്ടോ, എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഇട്ട് തരാം. കണ്ടോ, ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ്. നോക്കിക്കേ, ചോക്ക്, എല്ലാ സാധനങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് കണ്ട, ത്രെഡ് എങ്ങനെ വയ്ക്കണം, സൂചികൾ, ഇതെല്ലാ കാര്യങ്ങളും ഈ പുസ്തകത്തിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം എൻ്റെ കയ്യിലുള്ള സാധനങ്ങളാണ്, സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തപ്പി പിടിച്ചാൽ കിട്ടത്തില്ല. പിന്നെ അത്യാവശ്യം നമ്മളുടെ തേക്കുന്ന ഇസ്തിരി ഇത് മതിയാവും. പിന്നീട് ഇതെന്ന് പറഞ്ഞത് നമുക്ക് കപ്പെല്ലാം വെച്ച് തേക്കുമ്പോൾ ഇത് നല്ല ഒരു
ആണ്, അതുകൊണ്ടാണ് അത് ചെയ്തത്. പിന്നെ ഇതിൽ അവർ കൊണ്ടുപോയൊരു അതിൻ്റെ കളർ ഇതാ കണ്ടോ, ഇതെല്ലാം നമുക്ക് മാർക്ക് ചെയ്യാം. ഇതൊക്കെ അറിയാമെന്നുള്ളവർക്ക് അറിയാൻ പറ്റും. ഇത് പഠിക്കുന്നവർക്ക് വേണ്ടിയാണേ. ഇതിനകം കംപ്ലീറ്റ് കളർ തുറന്നു നോക്കാറില്ലല്ലോ. ഇത് കണ്ടോ, ഇതെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്. പിന്നെ വരുന്നത് മെഷീൻ്റെ കാര്യങ്ങൾ കണ്ടോ, എല്ലാം മെഷീൻ്റെ. ഇപ്പോൾ പഠിച്ച് ഇറങ്ങിയവരെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചാൽ അറിയില്ല. പെട്ടെന്ന് അറിയണമെങ്കിൽ ഇതെടുത്ത് വെച്ച് നോക്കിയാൽ മതി. റെഗുലേറ്റർ അങ്ങനെ ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അതെല്ലാം പഠിച്ച് ഇറങ്ങിയവർക്ക് അറിയില്ല. അപ്പം അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ കാല് വയ്ക്കുന്നത്, തയ്യൽ പഠിക്കാൻ തുടങ്ങുമ്പോൾ കാല് വയ്ക്കുന്നതും കാല് നമ്മൾ എങ്ങനെ വെക്കണം എന്നെല്ലാം ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല, ഇതിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇങ്ങനെ നമുക്ക് സമാധാനമായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് നോക്കിക്കേ, ഓരോ സ്റ്റിച്ചുകളും പോകുന്നത്, ഇതെല്ലാം ബേസിക് മനസ്സിലാക്കുമ്പോൾ നമുക്ക് എളുപ്പം. പിന്നെ വരുന്നത് ബോബിൻ കേസിൽ ഇത് ഇടുന്നത്. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിലിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഞാനിത് അത്യാവശ്യം ഓടിച്ച് പോയിട്ട് കട്ടിങ്ങിലേക്ക് പോകുന്ന ഒരു ഇതെടുക്കാൻ പറ്റും. ഇത് ജെൻസിൻ്റെയാണ്. ജെൻസിൻ്റേത് ഇപ്പോൾ നമുക്ക് ആവശ്യമില്ല, ജെൻസിൻ്റേത് ഞാൻ മറിക്കുകയാണ്. ലേഡീസിൻ്റെയാണ്, എല്ലാം ചെയ്യാൻ പറ്റും. ജെൻസിൻ്റേതെല്ലാം ഇതിലുണ്ട്, അതാവശ്യമില്ല, ജെൻസിൻ്റേത് ആവശ്യമില്ല. പിന്നെ വരുന്നത് കണ്ടോ, നമുക്ക് കോളർ എല്ലാം തയ്ക്കുന്നത് ഇവിടെ നിന്ന് തൊട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. കണ്ടോ, ഇത് കണ്ടോ, ഇത് നമുക്ക് പഠിക്കാം. കണ്ടോ, ഇങ്ങോട്ടും പോകുമ്പോൾ കോളർ, ഇത് ഇങ്ങോട്ടും അകത്തോട്ട് പോകുമ്പോഴാണ് അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഒരുപാടുണ്ട് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അളവെടുക്കുന്നത് ജെൻസിൻ്റെയാണ്. ഇത് കൂടുതലും ഫസ്റ്റ് ഭാഗത്തൊക്കെ ജെൻസിൻ്റെയാണ്. ഇന്നർ വെയറൊക്കെ ഉണ്ട്. ഇത് പാൻറ്റ് തയ്ക്കുന്നതുണ്ട്, ജെൻസിൻ്റെത് കൂടുതലുണ്ട്. എല്ലാം ഉണ്ട്. കണ്ട, സ്കേർട്ട് ഇതൊക്കെ തയ്ക്കുന്നതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. ഇത് കണ്ടുപിടിച്ച് തയ്ക്കുന്നവർക്ക് അറിയാം. കുട്ടി പാവാടകളുണ്ട്, ഫ്രോക്ക് ഐറ്റം ഉണ്ട്, ഇതുണ്ട്. കണ്ടോ, ഇങ്ങനെ കുറേയേറെ ഉണ്ട്. പിന്നെ ഇതെല്ലാം ബ്ലൗസുകളുണ്ട്. മറിക്കൂ, ഇതെല്ലാം നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന മോഡലുകളല്ലേ. കണ്ടോ, ഇതെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ കുറേ തിരക്കും. കണ്ടോ, ഇതെല്ലാം നമുക്ക് ഷർട്ടാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ അകംഭാഗം കാണിച്ചെന്നാണ് ഉള്ളത്. ഇത് കണ്ടോ, ഇതെല്ലാം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിലാണ് അവരിത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു സ്കെയിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതട്ടെ, ഇതിങ്ങനെ നമുക്ക് യഥാർത്ഥ ബ്ലൗസിൻ്റെ കാര്യങ്ങളാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ ഇട്ടേക്കാം. പണ്ടത്തെ ചോളി ബ്ലൗസുകളും എല്ലാ കാര്യം കണ്ടോ. ഇതൊക്കെ എന്ത് എളുപ്പമൊന്നുണ്ടോ വരയ്ക്കാനൊക്കെ. ഇതിൽ നോക്കിയാൽ എപ്പോൾ വരച്ചെന്ന് ചോദിച്ചാൽ മതി. കണ്ട, വരച്ച് പൊതിഞ്ഞ് കെട്ടി അങ്ങ് വയ്ക്കും. വെട്ടാൻ നല്ല എളുപ്പം എല്ലാവർക്കും. കട്ടൂരി ബ്ലൗസ് കണ്ടോ, കട്ടൂരി ഇടും. ഇതൊക്കെ ഈ നിമിഷ നേരം കൊണ്ട് വെട്ടിത്തയ്ക്കും ഞാൻ. എൻ്റെ കാര്യം പറഞ്ഞതാണേ. കണ്ട, ഇതെല്ലാം നമുക്ക് ഇത് കണ്ട് പഠിക്കാം. ഇത് നമുക്കൊരു സ്റ്റിച്ചിങ്ങിൻ്റെ ആളുടെ അടുത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. പണ്ടത്തെ ചേട്ടയും കൊണ്ട് കണ്ടോ, ഇത് നൈറ്റി, കണ്ടോ, പൈജാമ, കണ്ടോ, ഫ്രോക്ക് പലതരത്തിലുള്ള ഫ്രോക്ക്. ഇതെല്ലാം വരച്ചിരിക്കുന്നതാണ്, വരച്ച് വെച്ചിരിക്കുന്നത്. നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ്. യൂണിഫോം, കണ്ട ഫ്രോക്ക്, പലതരത്തിലുള്ള ഫ്രോക്ക്. പഠിക്കാൻ നമുക്ക് ഇതുണ്ടെങ്കിൽ
എളുപ്പ യൂണിഫോം കണ്ടോ? ചിലർക്ക് യൂണിഫോം തയ്ക്കാൻ അറിയില്ല എന്ന് പറയും. യൂണിഫോം കണ്ടോ? അതിൻ്റെ പേജിലെല്ലാം അടുക്കുണ്ട് കേട്ടോ. കുറച്ചുണ്ടേ. ഇനി ഇതിൻ്റെ ബാക്ക് പോർഷൻ കാണിക്കാം, കുറച്ചുകൂടെ അകം കാണിക്കാം. ഉണ്ട് ഇതിൽ അങ്ങനെ കുറേ ഉണ്ട്. പൈജാമയും ഒരുപാടുണ്ട്. ലാസ്റ്റ് വരുന്നത് ഇതാണ് ബെർലിൻ കടയ്ക്കൽ.